നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നവരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തട്ടെ. രചന സാജു മണർക്കാട്, മ്യൂസിക് ടിൻഡു ജോർജ്, വേദിയിൽ ഇലിയാസ് പിറവം, എൽദോ പിറവം, ബിനീഷ് പിറവം. നാടക സംവിധാനം രാജു രാജ്. ഇവൻ ബർണാബാസ്, കാണുകയും ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവൻ, സത്യാന്വേഷിയായ ഒരു ചെറുപ്പക്കാരൻ. ചുറ്റുപാടുകൾ ഏൽപ്പിക്കുന്ന അനുഭവങ്ങളുടെ ആഘാതങ്ങളിൽ വെന്തുരുകുന്ന മനസ്സുമായി ഇവൻ ഇരുളും വെളിച്ചവും വേർതിരിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവൻ ആധുനിക യുവത്വത്തിന്റെ പ്രതിനിധി ബർണാബാസ്. ബർണാബാസ് 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 അല്ല, ഇതാര്? രാഷ്ട്രീയമോ? അതെ, ഞാൻ തന്നെ, രാഷ്ട്രീയം. ബർണാബാസ്, നിന്റെ മനസ്സിനെ അലട്ടുന്ന 100 ചോദ്യങ്ങൾക്ക് മനോഹരങ്ങളായ ഉത്തരങ്ങളുമായാണ് ഞാൻ നിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിന് നിനക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല രാഷ്ട്രീയമേ? കഴിയും ബർണാബാസ്. നീ എന്താണ് എന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്? രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രത്തെ നിർണയിക്കലാണ്, ഭാഗധേയം നിർവഹിക്കലാണ്, തലമുറകളെ കൈപിടിച്ചുയർത്തലാണ്, പുരോഗതിയുടെ പരിവാദിക്കൽ തുറക്കലാണ്, അഥവാ രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ക്രമീകരണമാണ് ഞാനെന്ന രാഷ്ട്രീയം, രാഷ്ട്രീയ പ്രവർത്തനം. സുഹൃത്തെ, രാഷ്ട്രീയമേ ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്തല്ല, നിന്നെ പേര് നടക്കുന്ന ചുരുക്കം ചില ആളുകളിലേക്ക് ഒതുങ്ങുന്ന അഴിമതി. അഴിമതിയോ? അതെ, 1.25 ലക്ഷം കോടിയുടെയും 60,000 കോടിയുടെയും അഴിമതി കഥകൾ കേട്ട് എന്റെ തലമുറയ്ക്ക് ഒരു പുതുമയല്ലാതായി മാറുന്നു. അഴിമതിയുടെ അനന്തരഫലമായ ദാരിദ്ര്യവും പട്ടിണി മരണങ്ങളും എന്റെ നാടിന്റെ തീരാ കളങ്കമായി തീർന്നിരിക്കുന്നു. ബർണാബാസേ, കേവലം ഒരു രാജ്യത്തിന്റെ അതിർത്തി രേഖയ്ക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് നീ രാഷ്ട്രത്തെ നിർവഹിക്കാൻ ശ്രമിക്കുന്നത്. നിനക്ക് തെറ്റുപറ്റി രാഷ്ട്രീയമേ. കോർപ്പറേറ്റ് ഭീമന്മാരാൽ നിന്റെ വർഗം നിയന്ത്രിക്കപ്പെടുമ്പോൾ സ്വിസ് ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്ന ഭീമമായ സമ്പത്ത് സംരക്ഷിക്കാൻ നിങ്ങൾ പരക്കം പായുമ്പോഴും ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ പറന്ന് രസിക്കുമ്പോഴും ഇവിടെ എന്റെ മണ്ണിൽ വിലക്കയറ്റം കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടുന്നു. കടം പെരുകി ഞങ്ങളുടെ എത്രയോ കർഷക സഹോദരങ്ങൾ ജീവനൊടുക്കുന്നു. ബർണാബാസ്, അകലെ ചക്രവാളത്തിലേക്ക് നീ കണ്ണു തുറന്നു നോക്കൂ. ചില പ്രക്രിയ ശാസ്ത്രപരമായ പ്രതീക്ഷകൾ തിളങ്ങി പ്രകാശിക്കുന്നത് കാണുന്നില്ലേ? കിഴക്കൻ ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും ദക്ഷിണാഫ്രിക്കയിലുമെല്ലാം അതിന്റെ കാന്തക ശക്തി രൂപപ്പെട്ട് വിളങ്ങി പ്രകാശിക്കുന്നത് എന്താണ് തിരിച്ചറിയാത്തത്? എന്ത് പ്രകാശത്തെ പറ്റിയാണ് സുഹൃത്തെ താങ്കൾ പറയുന്നത്? മനുഷ്യൻ തെരുവോരങ്ങളിൽ പട്ടിണിയിടുന്നു മരിക്കുന്നതോ, വംശീയ കലാപങ്ങൾ പൊട്ടിപ്പടരുന്നതും കണ്ടിട്ടോ, ഭരണകൂടങ്ങൾ തകർന്നു വീഴുന്നതും, ആയുധം ശീലിച്ചുപോയി ജനങ്ങൾ മുഖമില്ലാത്തവരായി മാറി അന്യോന്യം പോരടിക്കുന്നതും കണ്ടിട്ടോ, അതോ ചില വിപ്ലവകാരികളെന്നും മറ്റു ചിലർ പ്രതിലോമ വിപ്ലവകാരികളെന്നും മുദ്രകുത്തപ്പെട്ടിട്ടോ? അതെല്ലാം എന്റെ കുഴപ്പം കണ്ടെന്നാണെന്നോ? അതെ, ആഗോള സാമ്പത്തിക രംഗത്തെ മാന്ദ്യത്തിന്റെ വ്യാധി വരിഞ്ഞുമുണ്ട്. ലക്ഷോപലക്ഷങ്ങൾ തൊഴിൽ നഷ്ടപ്പെട്ട് വമ്പൻ വ്യവസായികളുടെ തൂർത്തുകൂടാരങ്ങളുടെ പുറംപ്രാകാരങ്ങളിൽ തെരുവ് നായ്ക്കളെ പോലെ അലഞ്ഞു നടക്കുന്നു. സുഹൃത്തെ, നിന്റെ വർഗത്തിന്റെ ദുര പിച്ചിച്ചീന്തി എറിഞ്ഞു കളഞ്ഞത് എന്റെ വംശത്തിന്റെ അതിജീവനത്തെയാണ്. ബർണാബാസ്, നീ ആരോടാണ് എതിർന്ന് സംസാരിക്കുന്നത് അറിയില്ല? അറിയാം, നീ എന്ന കപട രാഷ്ട്രീയത്തോട്. എന്നോട് വാദിക്കാൻ വാദമുഖങ്ങളില്ലാതെ തീർത്തും പരാജയപ്പെട്ടു പോയ നിന്റെ മുഖം എനിക്കിനി കാണണ്ട. പോകൂ എന്റെ മുമ്പിൽ നിന്ന്, കടന്നു പോകാൻ. എന്നാണ് ഈ ഇരുളവരുക? എവിടെയാണ് ഒരു വെളിച്ചമൊതുക്കുക? വികൃതമാക്കപ്പെട്ട ഈ മനോഹര ഗ്രഹത്തിന്റെ വിസ്തൃത ഭൂമികൾ ഏത് പ്രവാചകനാണ് കൈതൊട്ടുണർത്തുക? ഞാനാണ് അറിവോ? അതെ, നോളജ്. നിന്റെ വർഗത്തിന്റെ അപരിഷ്കൃതാവസ്ഥകളെ പരിഷ്കൃതമാക്കിയതും ആദിമവാസികളായി കാടുകൾക്കുള്ളിൽ മൃഗയാ വിനോദങ്ങളിൽ പരിലസിക്കുന്ന നിന്റെ വർഗത്തെ
സൂപ്പർ കമ്പ്യൂട്ടർ ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നതും ഞാനാണ്. അതിന് ഗോളഗോളാന്തര യാത്രകൾ നടത്താൻ പോലും ഇന്ന് നിങ്ങൾ തയ്യാറാവും വിധം ഞാൻ നിന്റെ ജനത്തെ കൈപിടിച്ചുയർത്തി. എന്നെ ആവോളം നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങളുടെ ഉള്ളിൽ എന്നെ ആവോളം നിറയ്ക്കുക. അതാണ്, അത് മാത്രമാണ് നിന്റെ വർഗത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം. അറിവേ, നിന്റെ അപാരതയിൽ നീന്തിത്തുടിച്ച് എന്റെ ജനം ആർത്തി പെരുമ്പാമ്പ് ചുറ്റിവിഴുങ്ങിയ അമ്പലപ്രാവിനെ പോലെ അലറി നിലവിളിക്കുകയാണ്. അതും അറിവെന്ന ഞാനും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധമെന്നോ? അറിവിന്റെ ആഴക്കടലായ ഇന്റർനെറ്റ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൗമാരക്കാരെയും സെക്സ് മാനിയാക്കുകളാക്കുന്നു. വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങൾ എന്റെ ജനതയ്ക്ക് പുതുമയല്ലാതായി മാറുന്നു. മിസ്റ്റർ ബർണാബാസ്, അപ്പോൾ നീ അറിഞ്ഞ അറിവ് വളരെ തുച്ഛം മാത്രമാകുന്നു. ഇനിയും നീ ഏറെ അറിയേണ്ടതുണ്ട്. നിർത്തു അറിവേ, നിന്റെ വീരേതിഹാസം. നിന്നെ അറിഞ്ഞത് ഇത്രയൊക്കെ മതി. നീ എന്നെ എന്തറിഞ്ഞു ഈ പറയുന്നത്? എന്തറിഞ്ഞെന്നോ? അറിവേ, എന്റെ നാട്ടിൽ 6 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്തിയതിന് 75 വയസ്സുകാരൻ അറസ്റ്റിലാവുന്നു. 65 വയസ്സുള്ള ഞങ്ങളുടെ മുത്തശ്ശിമാർ മാനഭംഗം ചെയ്യപ്പെടുന്നു. അച്ഛനും മകനും ചേർന്ന് മകളെ പീഡിപ്പിക്കുന്നു. തലസ്ഥാനമായി പേര് കേട്ട ഇന്ദ്രപ്രസ്ഥത്തിൽ ഞങ്ങളുടെ സഹോദരി മൃഗീയമായി പിച്ചിച്ചീന്തപ്പെട്ടു, ഭീകരമായി കൊല ചെയ്യപ്പെട്ടു. ഇന്ന് മദ്യവ്യവസായം സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായി മാറുന്നു. മദ്യപിച്ച് നെറ്റുകെട്ട ഒരു തലമുറ വിവരങ്ങളിൽ ചിതറിക്കിടക്കുന്നു. നിങ്ങളെന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ്. നിന്നെ ആവോളം നേടി എന്റെ കുഞ്ഞുങ്ങൾ ഒരു തൊഴിലിനു വേണ്ടി അലഞ്ഞു നടന്നു കിട്ടാതെ വരുമ്പോൾ പാൻപരാഗ് പോലുള്ള ലഹരികളിൽ ആരംഭിച്ച് ആൺപെൺ വ്യത്യാസമില്ലാതെ മയക്കുമരുന്നുകളുടെ അടിമകളാവുമ്പോൾ വിദ്യാഭ്യാസത്തിന് അറിവേ നിന്നെ നേടാൻ നിങ്ങൾ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ പെൺമക്കൾ സെക്സ് റാക്കറ്റുകളുടെ അടിമകളായി നീല വ്യവസായ ചന്തയിൽ റൗമാടുകളെ പോലെ വിൽപ്പനയ്ക്ക് വയ്ക്കപ്പെടുന്നു. ലക്ഷ്യബോധമില്ലാതെ ഈ തലമുറ ജീവിതം സുഖിക്കാനുള്ളതാണ്, സുഖിച്ച് തീർക്കാനുള്ളതാണ് എന്ന് ചിന്തിച്ച് സ്വയം നശിക്കുന്നു. സുഹൃത്തേ, എന്നിൽ ആത്മീക വശത്തെ നീ കാണാതെ പോകരുത്. നിന്നെ മതത്തിലേക്കും മതചിന്തകളിലേക്കും കൈപിടിച്ചു കൊണ്ടുവരുന്നതും ഈ ഞാൻ തന്നെയാണ്. മതം അതിന് ഞങ്ങൾക്ക് അതിജീവനത്തിന്റെ ഉപാധിയും വ്യവസായവുമാണ്. കൂടാതെ ഞങ്ങൾക്ക് അവർ ചൂണ്ടക്കൊളുത്തും വലയും അജഗണങ്ങളെ വിരിക്കുമേക്കാനുള്ള ഇരുമ്പ് ചങ്ങലയുമാണ്. നീ സൃഷ്ടിച്ചു തന്ന ദൈവം ഒരുങ്ങിപ്പോയ ദേവാലയങ്ങളിൽ ഇപ്പോഴും ആരാധന പെരുകുകയാണ്. നവാസ്, നിങ്ങളുടെ മനസ്സിന്റെ അപരിഷ്കൃതാവസ്ഥകളെ പരിഹരിക്കുന്നതും ഒരു സാംസ്കാരിക പരിസരം സൃഷ്ടിച്ച് നിങ്ങളെ അതിൽ നടത്തുന്നതും ഞാൻ തന്നെയാണെന്നുള്ളത് നീ സൗകര്യപൂർവ്വം മറക്കുന്നു. എങ്ങനെയാണ് അറിവേ ഞങ്ങൾ മറക്കുന്നത്? ഞങ്ങൾക്കൊരു സാംസ്കാരിക പരിസരം നിർണയിച്ചെടുക്കാൻ നീ രൂപപ്പെടുത്തി തന്ന ഞങ്ങളുടെ സാംസ്കാരിക നായകന്മാർ അധികാര കസേരകൾക്ക് വേണ്ടി വായടിച്ച് നിശബ്ദരാകും. അപ്പോൾ എന്നെ ഞാനാക്കി മാറ്റിയ കവികളോ? ഞങ്ങളുടെ ആ കവികൾ സിനിമാ പാട്ടിന് വരികൾ എഴുതി അതിജീവനത്തിന്റെ പുത്തൻ മേഖലകൾ തേടുന്നു. എന്നെ അറിഞ്ഞ നിങ്ങളുടെ മക്കൾ? അതെ, ഞങ്ങളുടെ മക്കൾ ഇന്ന് മുന്തിയ കാറുകളിൽ യാത്ര ചെയ്യുന്നു, കേന്ദ്രമായ വസ്ത്രം കൊടുക്കുന്നു. പക്ഷേ അവരുടെ ആത്മാവിന്റെ തൃഷ്ണയ്ക്ക് ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. പരിശ്രമിച്ചിട്ട് ഞങ്ങൾ പരാജയപ്പെടുന്നു. ഞങ്ങൾ പാവം പമ്പര വിഡ്ഢികൾ. അറിവേ, നീ തീർത്ത നിലവിന്റെ ദ്വരയിൽ ഞങ്ങളുടെ കലാശാല ഡിഗ്രികൾ പെരുകുമ്പോഴും ഞങ്ങൾ അഹങ്കാരികളായി അവർക്ക് ഇരുട്ടു ബാധിച്ചവരായി ലോകക്കടലിൽ നീന്തുകയാണ്. ഞങ്ങളുടെ സർവ്വതലത്തിന്റെയും ഉറവിടമെന്ന് സ്വയം അഹങ്കരിക്കുന്ന അറിവേ, നീ അല്ലേ ചോദ്യങ്ങൾക്ക് ഞാൻ തേടുന്ന ഉത്തരം. രാഷ്ട്രീയമെന്ന സത്വരം പോയ വഴികളിലൂടെ നിനക്കും പോകാം. എന്റെ മുമ്പിൽ നിന്ന് ഞാൻ തോൽക്കുകയാണ്. പ്രപഞ്ച ശക്തികളെ, കാലമേ, കാലപ്രവാഹമേ, യുഗാന്തരങ്ങളെ, സമയമേ, ഞാൻ തോൽക്കുകയാണ്. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി എന്നാണ് ഒരു പ്രവാചകൻ പ്രവേശിക്കുക? തോറ്റുപോകുന്ന എന്റെ വർഗത്തിന്റെ നിരാശയുടെ കണ്ണുനീരപ്പ എന്നാണ് ഒരു ദൈവശബ്ദം ഉയരുക.